ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇറാനിലും ഇറാഖിലും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് US. ഗേഷ്മ്, കിഷ്, ബന്ദർ അബ്ബാസ്, ആബാദാൻ, ബുഷെഹ് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ജോർദാനിൽ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ അമേരിക്കൻ സേന വിജയകരമായി തകർത്തിരുന്നു. ഇന്റർസെപ്ഷൻ സമയത്ത് US ഉദ്യോഗസ്ഥർ കോർഡിനേറ്റുകൾ തത്സമയം കൃത്യമായി നിർണ്ണയിക്കുന്ന ദൃശ്യങ്ങൾ താൻ വ്യക്തമായി കണ്ടതായി ട്രംപ് പറഞ്ഞു. ഇറാഖിൽ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടുള്ള US സൗദി ആക്രമണങ്ങൾ ഇറാഖ് സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് നടത്തിയത്. ഈ സായുധ ഗ്രൂപ്പുകൾ ലോകത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ട സായുധ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ തിരിച്ചടികൾ നൽകാൻ ഭരണകൂടം ആലോചിക്കുന്നുണ്ട് എന്നും സൂചിപ്പിച്ചു. ജോർദാനിൽ തമ്പടിച്ച US സേനയ്ക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ബാലസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ പിരാൻ ഷഹർ മേഖലയിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി. ഇറാഖ് അതിർത്തിക്കടുത്തുള്ള പശ്ചിമ അസർബൈജാൻ പ്രവിശ്യയിലെ കുർദിഷ് ഭൂരിപക്ഷ നഗരമായ പിരാൻ ഷഹറിൽ US വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനും റിപ്പോർട്ട് ചെയ്തു. പ്രവിശ്യയുടെ തെക്ക് ഭാഗത്തുള്ള ജനവാസമില്ലാത്ത പ്രദേശത്താണ് പ്രൊജക്ടൈൽ പതിച്ചതെന്നും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് പശ്ചിമ അസർബൈജാൻ പ്രവിശ്യയിലെ ക്രൈസിസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ഹാമിദ് സഫാരി വ്യക്തമാക്കിയത്. ജോർദാനിലെ വ്യോമതാവളത്തിനും US സെൻട്രൽ കമാൻഡ് സെന്ററിനും നേരെ മിസൈലുകൾ വിക്ഷേപിച്ചതായി റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 5 ബാലസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞു തകർത്തതായും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നും ജോർദാൻ സൈന്യവും അറിയിച്ചു. അമേരിക്കയും സൗദി അറേബ്യയും കിഴക്കൻ ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ സൗദി എണ്ണ കേന്ദ്രങ്ങളിൽ ഡ്രോണാക്രമണം നടത്താൻ ഈ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചതായി സൗദി അറേബ്യയും അമേരിക്കയും ആരോപിച്ചെങ്കിലും ഈ ആക്രമണങ്ങളുമായി ബന്ധമില്ല എന്നാണ് ഇറാന്റെ അവകാശവാദം. ഇറാഖിൽ ബാഗ്ദാദ്, റിയാല, കുർക്കുഖ്, ബസ്ര എന്നിവയുൾപ്പെടെ 7 പ്രവിശ്യകളിലായി 20 പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അറിയിച്ചു. കിഴക്കൻ ഇറാഖിൽ ഉടനീളമുള്ള ലോജിസ്റ്റിക്സ് ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സംയുക്ത ഓപ്പറേഷൻ നടത്തിയത്. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ 72 മണിക്കൂറിനിടെ 30-ലധികം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഈ നടപടിയെന്നും US സൈനികർക്കും സൗദി ഊർജ്ജ സൗകര്യങ്ങൾക്കുമെതിരെ ആക്രമണം നടത്താൻ റവല്യൂഷണറി ഗാർഡാണ് നിർദ്ദേശം നൽകിയത് എന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. സംയുക്ത വ്യോമാക്രമണത്തിൽ 4 ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളും യമനിൽ നിന്നുള്ള ഹൂതി ഭീകര നേതാവും കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിച്ചു. വടക്കൻ ഇറാഖിലെ ദിയാല പ്രവിശ്യയിലുണ്ടായ ബോംബാക്രമണത്തിൽ 4 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മധ്യ ഇറാനിലെ കഷാനിൽ നിന്നുള്ളവരാണ് ഇവർ. സാങ്കേതിക വിദഗ്ധരും റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 20 ഇറാൻ ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്താനുള്ള ഇവരുടെ കഴിവില്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ ഉപദേഷ്ടാക്കളുടെ സാന്നിധ്യമുള്ള കേന്ദ്രങ്ങൾ മനഃപൂർവ്വം തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ തങ്ങളുടെ പ്രവർത്തകനായ മുഹമ്മദ് ഖാലിദ് അൽ അയാഷി കൊല്ലപ്പെട്ടതായി യമനിലെ ഹൂതി ഭീകരവാദികളും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.